തേരി മേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിം നമ്മൾ പ്യുവർലി ഫിലിം മാത്രം പറയുകയാണെങ്കിൽ എന്താണ് തേരി മേരി? ആക്ച്വലി ഞാൻ ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ വന്ന ഒരാളല്ല. അത് ശരി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടായിരുന്നു ഞാൻ വന്നത്. ചില കാര്യങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. അന്ന് മൈ ഡിയർ കുട്ടിച്ചാത്തൻ റിലീസ് കണ്ട് പേടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നതും, അതുപോലെ അനിയത്തിപ്രാവ് പോയി കണ്ടത് എനിക്ക് 4 വയസ്സും കണ്ടുള്ള സമയത്താണ് അനിയത്തിപ്രാവ് റിലീസാണ്. ആ സമയത്ത് പോയി കണ്ടത് കറക്റ്റ് മൈൻഡിലുണ്ട്. അന്ന് മുതൽ സിനിമ എനിക്കൊരു കൗതുകം. ഇതിൻ്റെ ഒരു തോട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിസോർട്ടിൽ ജോലി ചെയ്തൊരു സ്റ്റാഫ്, പുള്ളിക്കാരൻ ഇതുപോലെ രാവിലെ പോയി ഗോൾഡ് സ്ഥിരം കിട്ടുന്ന ഒരാളാണ്. പക്ഷെ ആ ഗോൾഡ് കിട്ടുന്ന ദിവസം ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ സിനിമയെന്നല്ല, ഏത് ഫീൽഡിലായാലും നമ്മളൊരു ജോലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. നമ്മൾ മീൻസ് നമുക്ക് നമ്മുടെ ജോലിയാണ് പാഷൻ. അത് അഭിലാഷ് പിള്ള എന്നൊരു പേഴ്സൺ ഫുൾ കൺസെപ്റ്റ് മാറി, ആണുങ്ങളെ പറ്റിയുള്ള കൺസെപ്റ്റേ മാറി. ശരിക്കും ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇവരുടെ 4 പേരുടെ ഇടയിൽ ഒറ്റ പെൺകുട്ടിയായിട്ട് 1 വർഷമായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ലൈഫ് ഏകദേശം കഴിഞ്ഞു. കാരണം എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ചലഞ്ചസ്, ഒരു ഇൻസെക്യൂരിറ്റീസ്, ഇൻസൾട്ട്, ഇതെല്ലാം ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. ഓക്കെ. ഉർവശി ചേച്ചിയായിട്ടുള്ള ഒരു ഇനി വരാൻ പോകുന്ന അനുഭവം ഇവിടെ നിൽക്കട്ടെ, ഇതുവരെയുള്ള അനുഭവം. ഉർവശി ചേച്ചി ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നമുക്ക് ചെയ്യണം കൊച്ചേ, ഇത് നിനക്ക് പറ്റും.